ഇഷ്ടം പോലെ പണം, അതിനൊത്ത സൗകര്യങ്ങള്, പിന്നെ സൗന്ദര്യം, കോൺഫിഡൻസ്, പിന്നെ ആർക്കും ബഹുമാനിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറും. മതി മതി, ഇതിൽ കൂടുതൽ എന്നെ പുകഴ്ത്തൊന്നും ചെയ്യരുത്. അയ്യോ, പുകഴ്ത്തിയതല്ല ഗാഥ. അച്ഛന്റെ അമ്മയുടെ നടുവിൽ നിന്ന് എതിർപ്പൊക്കെ കാണിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ, കുറെ കാലം ശത്രുക്കളായിട്ട് കഴിയാനായിരിക്കും നമ്മുടെ യോഗം, അങ്ങനെ കരുതാം. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, എന്തെന്നറിയോ? എന്താ? ഒരു പക്ഷേ ഞാൻ വന്ന് കയറുമ്പോ തന്നെ കീർത്തി എന്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ലായിരുന്നു. കളരിക്കലുള്ള ഒരു സാധാരണ കുട്ടി, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളാവുമ്പോഴേ ഐ ഫീൽ സംതിങ് മോർ. താങ്ക് യു ഗാഥ. അല്ല, ഈ നെക്ലേസ് സിത്താര മേഡത്തിന്റെ ആണോ? അല്ല, എന്റെയാ. ഞാൻ അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ആ, അതാ ഞാൻ ചോദിച്ചേ. ഗാഥ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഗാഥയ്ക്ക് ചേർന്നതല്ല. ഗാഥയുടെ ഓർണമെന്റ്സ് ഒക്കെ ടോപ്പ് ക്ലാസ് അല്ലേ? ഇത് ഈ സാധാരണക്കാര് സ്ത്രീകൾ ഇടുന്ന തരത്തിലുള്ളത്. ആ, മമ്മി മുമ്പ് എപ്പോഴോ വാങ്ങിച്ചതാ. എനിക്കിത് കണ്ടപ്പോഴേ ഇഷ്ടൊന്നും ആയിരുന്നില്ല. പിന്നെ മമ്മിയെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ആ ആഭരണത്തിന്റെ കൂട്ടത്തിൽ വെച്ചെന്നേ ഉള്ളൂ. ഞാൻ പൊതുവെ എന്റെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോയാലും അവരുടെ ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ഒന്നും കാണാൻ നിൽക്കാറില്ല. അതെന്താ, ഓർണമെന്റ്സിനോട് അത്രയ്ക്ക് ദേഷ്യമാണോ? ഹേ, അങ്ങനൊന്നുമില്ല. ഓർണമെന്റ്സ് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. അവരുടെയൊക്കെ കയ്യില് അളവില്ലാണ്ട് ആഭരണങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം തോന്നും. നോക്കിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഞാൻ ആരോട് ആഗ്രഹങ്ങളൊക്കെ പറയുന്നേ? ഒരു പണിയില്ലാത്ത അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ? കീർത്തിക്ക് ഇവിടുന്ന് ആഭരണങ്ങളൊന്നും വാങ്ങിച്ചു തരാറില്ലേ? നവീന്റെ അമ്മ അച്ഛനൊക്കെ? അതൊക്കെ ചിലപ്പോ അതിനൊക്കെ ഒരു കണക്കില്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കണക്കില്ലല്ലോ ഗാഥ. എഴുന്നേറ്റേ. എന്തിനാ? എഴുന്നേക്ക്. ലുക്ക്, നിനക്ക് ചേരുന്നുണ്ടോ നോക്ക്. വെറുതെ എന്തിനാ എനിക്ക് ചേരുന്നുണ്ടോന്നൊക്കെ നോക്കുന്നേ? ഞാനിത് ഓൾറെഡി നിനക്ക് തന്നു കഴിഞ്ഞു, അതുകൊണ്ടാ നോക്കാൻ പറഞ്ഞേ. ഈശ്വര, ഇതെനിക്ക് തന്നെന്നോ? ദേ, ചുമ്മാ എന്നെ കബളിപ്പിക്കല്ലേ ഗാഥ. തന്നു, പൂർണ്ണമായിട്ടുള്ള ഇഷ്ടത്തോടെ എന്റെ ഫ്രണ്ടിന് ഞാൻ ആദ്യമായിട്ട് തരുന്ന പ്രസന്റാ. താങ്ക് യു ഗാഥ, താങ്ക് യു. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനോ അത് ഗാഥയെ കൊണ്ട് മാത്രമേ പറ്റൂ.